എല്ലാവർക്കും സുഖാണല്ലോ. അപ്പൊ ഇന്ന് പുലർച്ചെ 2 മണിക്ക് എണീറ്റിട്ട് ചായ, ദോശ, ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. വട്ടായി പോയതല്ലേ, കണ്ണൻ ഇന്ന് ടൂർ പോവാണ് സ്കൂളിൽ നിന്ന് മൈസൂർക്ക്. അപ്പൊ ആദ്യമൊന്നും കഴിക്കാനൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ദോശയും തക്കാളി, ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് ചമ്മന്തി ഉണ്ടാക്കിയപ്പോ 2, 3 ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 3 മണിയാകുമ്പോഴത്തേക്കും സ്കൂളിൽ എത്തണം. ഞങ്ങളുടെ ബഹളമൊക്കെ കേട്ടപ്പോ ദേവുട്ടനും നേരത്തെ എണീറ്റ് പോന്നിട്ട് എന്താന്നറിയില്ല ഭയങ്കര ചിറിയായിരുന്നു. വിശാട്ടിനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പോവാനുള്ള വണ്ടി വന്നപ്പോ അവര് ടാറ്റാ ബൈ പറഞ്ഞിട്ട് പോയി. പിന്നെ കൂരാ കൂരിരുട്ടത്ത് വേറെ എന്ത് ചെയ്യാനാണ്? ഞാനും ദേവുട്ടനും വീണ്ടും വന്നിട്ട് കിടന്നു. ദേവുട്ടൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കുണ്ടോ കിടന്നിട്ട് ഉറക്കം വരുന്നു. അങ്ങനെ ഇത്തിരി നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കടന്നതിന് ശേഷം എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചെടുത്തു. പിന്നെ നമ്മുടെ സ്ഥിരം കലാപരിപാടി ആയിട്ടുള്ള അടിച്ചുവാരല്, തുടയ്ക്കല് ഇതൊക്കെ അങ്ങനെ ഓരോന്നോരോന്നായി ചെയ്യാൻ തുടങ്ങി. മുറ്റത്ത് പിന്നെ ഏത് നേരം നോക്കിയാലും കുപ്പകൾ ഉണ്ടാവും ട്ടോ. കൊന്നയുടെ അതുപോലെ പ്ലാവിന്റെ ഒക്കെ ഇലകൾ ഉണ്ടാവും. പോരാത്തേന് നിങ്ങള് കണ്ടിട്ടുണ്ടോ ഈ സമയത്ത് കൊന്ന പൂത്ത് നിക്കണത്? ഇവിടെ ഇതാ കൊന്നയൊക്കെ നന്നായിട്ട് പൂത്ത് നിക്കണുണ്ട്. എനിക്കറിയാൻ പാടില്ലേ ഈ സമയത്ത് കൊന്ന പൂക്കോന്നുള്ളത്. അപ്പൊ എന്തൊക്കെയോ തലതിരിഞ്ഞിട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ പൂവും ഇലയും ഒക്കെ കൂടെ 2 നേരം അടിച്ചോരേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനെ വീടിന്റെ അകമൊക്കെ ഒന്ന് തുടയ്ക്കലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ദോശമാവ് എടുത്തിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ദോശയൊക്കെ ഉണ്ടാക്കി. പിന്നെ കൈയോടെ തന്നെ അങ്ങോട്ട് ചോറും വെക്കാന്ന് വിചാരിച്ച് കുക്കറിലാണ് ചോറ് വെക്കാറ്. അല്ലെങ്കിൽ ചിലപ്പോൾ റൈസ് കുക്കറിലും വെക്കാറുണ്ട്. കുക്കറിൽ ചോറ് വെക്കുമ്പോൾ അത് അരിയൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടിട്ട് കുക്കർ നിറച്ച് വെള്ളം വെക്കും. എന്നിട്ട് ഞാൻ അടുപ്പത്ത് വെക്കാണ് ചെയ്യാറ്. എന്നിട്ട് ഈ ഒരു അരിയുടെ സ്വഭാവം 2 വിസിൽ അടിച്ചതിന് ശേഷം 3-മത്തെ വിസിൽ അടിക്കുന്നതിന്റെ മുന്നേ ഞാൻ തീ ഓഫ് ചെയ്യും. എന്നിട്ട് ആവിയൊക്കെ പോയതിന് ശേഷം തുറന്നിട്ട് അതിലേക്ക് നല്ല പച്ചവെള്ളം ഒഴിക്കും. പച്ചവെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് വാർത്ത് വെക്കുകയാണ് ചെയ്യാറ്. അപ്പൊ നമ്മൾ ശരിക്കും നല്ല സൂപ്പർ ആയിട്ട് തന്നെ ചോറ് കിട്ടും. നമ്മൾ അടുപ്പത്തൊക്കെ വെച്ചുണ്ടാക്കില്ലേ അതേപോലെ തന്നെ ചോറ് കിട്ടും. ചിലപ്പോ ചിലര് പറയണേക്കെ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഒട്ടി പിടിക്കുന്നു. അത് ചിലപ്പോ വാർത്ത് വെക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അരിയുടെ സ്വഭാവത്തിനൊക്കെ അനുസരിച്ചിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോ വിസിലിന്റെ എണ്ണം കൂടുന്നോണ്ടൊക്കെ ആയിരിക്കാം. ഏതായാലും ഞാൻ വർഷങ്ങളായിട്ട് ഇതുപോലെ തന്നെയാണ് ചോറ് വെക്കാറുള്ളത്. അതിനിടയിൽ ഞാൻ കുറച്ച് ചുമന്ന ചീര ഉണ്ടായിരുന്നു. അത് വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ ഇടയ്ക്കിടയ്ക്ക് ചീര കൊണ്ടുവരും. തേങ്ങ അരച്ചിട്ട് കറി വെക്കും, തോരൻ വെക്കും. എന്താച്ചാ ഇപ്പൊ ബ്ലഡൊക്കെ വളരെ കുറവാട്ടോ. എന്റെ കാര്യാണേ. അപ്പൊ എനിക്ക് അയൺ ഗുളികയൊക്കെ ഉണ്ട്. പക്ഷെ അത് കഴിക്കുമ്പോ ഭയങ്കര ഛർദ്ദിക്കാൻ വരവും പിന്നെ ഒരു ക്ഷീണമൊക്കെയാണ്. അപ്പൊ ഞാൻ പരമാവധി അങ്ങനെ എന്നൊന്നും കുടിക്കാറില്ല. അപ്പൊ ഭക്ഷണത്തിൽ ഇങ്ങനെ ചീരയും കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് നോക്കാന്നൊക്കെ വിചാരിച്ച് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചീര കൊണ്ടുവരും. അപ്പൊ ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ താളിച്ചിട്ടാണ് ഉണ്ടാക്കണത്. നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകൊക്കെ കുത്തിയിട്ട് നമ്മൾ ഉണ്ടാക്കുമല്ലോ അതുപോലത്തെ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ചീരയൊക്കെ അരിഞ്ഞിട്ട് കറി ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. വിശ്വട്ടം പോവാൻ വേണ്ടി ഇറങ്ങിയത് മീൻകാരന്റെ മുന്നിലേക്കായിരുന്നു. അപ്പൊ കയ്യോടെ കുറച്ച് മീനും വാങ്ങിച്ചു തന്നു. ഇതേതോ കോലാനോ മാലാനോ എന്തോ ഒരു പേര് പറഞ്ഞ്. സത്യത്തിൽ ഞാൻ മലപ്പുറം ജില്ലയ്ക്ക് വന്നതിന് ശേഷം ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളൊക്കെ കേൾക്കണത്. മറ്റേത് ആകെ കൂടെ അറിയണത് ഒരു അയില, മത്തി ഇതൊക്കെ ആയിരുന്നു. അത് കൈയോടെ അങ്ങോട്ട് നന്നാക്കി എടുത്തിട്ട് അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ചെറിയുള്ളി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, കറിവേപ്പില ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അങ്ങനെ വെച്ചു. അതിനിടയിൽ ഒരു ചായയും കൂടി കുടിച്ചാലോ എന്ന് ആലോചിച്ച് ഞാൻ ഇത്തിരിയും കൂടി ചായ കുടിച്ചു. കൂടെ ഇതാ വെട്ടുകേക്കല്ലേ ഇതിന് പറയാ, അതും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം കഴിച്ചാൽ മതി, വിശപ്പൊക്കെ മാറും. ഞാനും ദേവുട്ടനും കൂടെ അതൊക്കെ കഴിച്ചു. ദേവുട്ടനാണെച്ചെങ്കിൽ കഫക്കെട്ടും ജലദോഷമൊക്കെ കാരണം കുറേ ദിവസമായി ഇങ്ങനെ മാറാതെ നിൽക്കണു. മാറിയിട്ട് വേണം അംഗനവാടിയൊക്കെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചായ കുടി കഴിഞ്ഞിട്ട് ഞാൻ മീനൊക്കെ ഒന്ന് വറുത്തെടുത്തു. പിന്നെ നോക്കിയപ്പോ കുറച്ച് നെല്ലിക്ക ഇരിക്കുന്നുണ്ടായിരുന്നു. 2, 3 ദിവസമായിരുന്നു മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പൊ അത് കൈയോടെ അങ്ങോട്ട് കഴുകിയിട്ട് ഉപ്പിലിട്ട് വെക്കാന്ന് വിചാരിച്ചു. ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് ചീനമുളകും ഇട്ടിട്ട് വെക്കും. അങ്ങനെ വിനാഗിരി ഞാൻ അങ്ങനെ ചേർക്കാറില്ല. പണ്ട് ഇവിടെ മുറ്റത്ത് വലിയൊരു നെല്ലിമരമൊക്കെ ഉണ്ടായിരുന്നു. വല്ലപ്പോഴൊക്കെ നെല്ലിക്കയൊക്കെ ഉണ്ടാവാറുള്ളൂ. പിന്നെ ആ മരം വെട്ടിക്കളഞ്ഞു. അങ്ങനെ അത് അങ്ങോട്ട് ഉപ്പിലിട്ട് വെച്ചു. പിന്നെ വാളമര വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കും കണ്ണനൊന്നും വലിയ ഇഷ്ടമില്ല വാളമര ഉപ്പേരി വെച്ചാല്. വിശാട്ടിനും ഇഷ്ടാണ്. അപ്പൊ അത് കാരണം അത് അങ്ങട് വേഗം കൊത്തി അരിഞ്ഞിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും മുളകൊക്കെ കുത്തിയിട്ട് നമ്മള് സാധാ ഉപ്പേരി ഉണ്ടാക്കുമല്ലോ അതുപോലെ ഉപ്പേരി വെച്ചു. തേങ്ങയൊക്കെ വേണമെങ്കിൽ ചിരകിടാം. പക്ഷെ ഇത് വെന്ത് കഴിഞ്ഞാൽ ചെറിയൊരു മധുരമുള്ള കാരണം ഞാൻ തേങ്ങയൊന്നും ഇടാറില്ല. പണ്ട് ഇവിടെ വീട്ടില് വാളമര ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഊണിനുള്ള വകയൊക്കെ ആയിട്ടുണ്ട്. രാവിലെ തന്നെ മീനൊക്കെ കിട്ടിയതുകൊണ്ട് രാത്രി ഇനി എനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. പിന്നെ കണ്ണൻ ഇതിന്റെ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, യാത്രയിലാണ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.